പരിശുദ്ധവും പരിപാവനവുമായ ഈ വെള്ളിയാഴ്ച പകലിൽ ഏറ്റവും സുന്ദരമായ ഒരു സ്വലാത്ത് കൊണ്ട് ഏറ്റവും കൽബ് മദീനയിലേക്ക് അടുക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. ഈ വെള്ളിയാഴ്ച പകലിൽ ഒരു തവണ ചൊല്ലിയാൽ 10,000-കണക്കിന് സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന, 100 ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിച്ച കൂലി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന, കൽബിനുള്ളിലെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിനാൽ ഉണ്ടാകുന്ന ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എന്തൊക്കെ പിരിമുറുക്കങ്ങളും ടെൻഷനുകളും ഡിപ്രഷനുകളും ആവലാദികളും വേവലാദികളും നമുക്കുണ്ടോ അതെല്ലാം അല്ലാഹു മഞ്ഞുരുകുന്നത് പോലെ ഉരുക്കിക്കളയുന്ന, ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു വലിയ തുണയായി മാറുന്ന, കാവലുണ്ടാക്കി തരുന്ന, പഠിക്കാനുള്ള മക്കൾക്ക് ഒരുപാട് ബുദ്ധികുറുമതയും ഒരുപാട് അറിവഴകുകളുടെ മിലാമഴയിൽ അവർ മുങ്ങിത്താഴുന്ന അത്ഭുതത്തിന്റെ ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളും കൂടി ഇൻഷാ അല്ലാഹ് ഉണർത്തുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ഈ ചാനലിന്റെ പരമപ്രധാനമായ ലക്ഷ്യവും സന്ദേശവും. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ്, ദിവസങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് കൊണ്ട് വല്ലാതെ വിശ്വാസികളുടെ കൽബകം നിറയേണ്ട, മനസ്സ് മദീനയിലേക്ക് അടുക്കേണ്ട ഏറ്റവും പരമസുന്ദരമായ ഒരു ദിവസമാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ പലരും സുബഹി നമസ്കാരം കഴിഞ്ഞ് പലപ്പോഴും സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളവരായിരിക്കാം. അത് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ജുമാ സമയത്ത് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. അങ്ങനെ എത്രയോ സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു അത്ഭുതകരമായ സ്വലാത്തിനെ പറ്റിയാണ്. ഒരു തവണ ചൊല്ലിയാൽ 10,000-കണക്കിന് പ്രതിഫലം, 10,000-കണക്കിന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയ കൂലി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ, മഹാരഥന്മാർ പഠിപ്പിച്ച അത്ഭുത സ്വലാത്ത്. വല്ലാത്ത പ്രതിഫലങ്ങളാണ്. ഒന്നാമത് നമ്മൾ ചൊല്ലിയാൽ, ഒരു തവണ ചൊല്ലിയാൽ 10,000-കണക്കിന് സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അല്ലാഹു നമ്മുടെ കണക്ക് പുസ്തകത്തിലേക്ക് രേഖപ്പെടുത്തും. രണ്ടാമത്തത്, ഒരു ദിവസം 100 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും 100 നമ്മുടെ കൽബിലേക്ക് ഇട്ട് തരും. അങ്ങനെ 100 നമ്മുടെ കൽബിലേക്ക് ഇട്ട് തന്നാൽ ഫലം യുഅദ്ദിബുഹു അബദ, പിന്നെ അവനൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. മുത്തുനബി തങ്ങളുടെ പ്രകാശം, അല്ലാഹുവിന്റെ ലിഖാ, അല്ലാഹുവിന്റെ നൂറാനിയത്ത് നമ്മുടെ കൽബിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് പറയാനുണ്ടോ? അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും വിജയത്തിന് നിദാനവുമാണ് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ സ്വലാത്ത് ദിവസം 100 വട്ടം, ചെറിയൊരു സ്വലാത്താണ്, 100 വട്ടം ചൊല്ലിയാൽ അല്ലാഹുവിന്റെയും മുത്തുനബിയുടെയും 100 നമ്മുടെ കൽബിലേക്ക് അല്ലാഹു ഇട്ടു തരുമെന്ന് മഹാരഥന്മാർ. മൂന്നാമത്തത്, രാവിലെ ഒരാൾ 100 വട്ടം ചൊല്ലി, സുബഹി നിസ്കാരം കഴിഞ്ഞ് 100 വട്ടം ചൊല്ലി, അതുപോലെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് 100 വട്ടം ചൊല്ലിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം 1,00,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം. നമ്മുടെ ആയുസ്സിൽ നമുക്ക് കഴിയോ 1,00,000 സ്വലാത്ത് ചൊല്ലാൻ? എന്നാൽ 1,00,000 സ്വലാത്ത് ആയുസ്സിലല്ല, ഒരു ദിവസം രാവിലെ 100, വൈകുന്നേരം 100, അങ്ങനെ ചൊല്ലിയാൽ അവന് കിട്ടുന്നത് 1,00,000 സ്വലാത്ത്. അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ചൊല്ലിയ പ്രതിഫലവും അവൻ അതിന് ശേഷം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരവും കൊടുക്കുമെന്ന് മഹാരഥന്മാർ. ആലോചിക്കുക, 1,00,000 സ്വലാത്തിന്റെ കൂലി. അതോടൊപ്പം ആ സ്വലാത്തിന് ശേഷം ദുആ ചെയ്താൽ അവന് സ്വീകാര്യത ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല, 4ാമത്തെ പ്രതിഫലം, ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത്, കരുണ നമുക്ക് കിട്ടും. അള്ളാന്റെ കരുണ കിട്ടിയ നിബിതങ്ങൾ പറഞ്ഞെന്താ? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ല. സുഹാബ, നിങ്ങൾ ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കൂല ഇല്ലാ ബിറഹ്മത്തില്ല, റബ്ബിന്റെ കരുണയില്ലാതെ ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. സ്വഹാബത്ത് ചോദിച്ച, നബിയെ വലാ അൻത
ഞാനെന്താ യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളും അങ്ങനെയാണോ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞെന്താ, ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, എന്റെ റബ്ബ് എന്നെ കരുണ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും നാളെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാരാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാന്റെ കരുണ നമുക്ക് കിട്ടും ഇത് പതിവാക്കിയാൽ. ഇത് പതിവാക്കിയ റബ്ബിന്റെ കരുണ ദുനിയാവിൽ കിട്ടും, ആഖിറത്തിൽ കിട്ടും. എല്ലാ മേഖലകളിലും, തൊഴിലുകളിലും, കച്ചവടങ്ങളിലും, സമ്പത്തിലും, മക്കളിലും, ഭാര്യയിലും, എല്ലാറ്റിലും അള്ളാന്റെ കരുണ ഉണ്ടാകും. അതുപോലെ അഞ്ചാമത് സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം അവന്റെ മനസ്സിലുള്ള, ജീവിതത്തിലുള്ള, സാമ്പത്തികമായിട്ടാകട്ടെ, ശാരീരികമായിട്ടാകട്ടെ, മാനസികമായിട്ടാകട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഏതൊരു പ്രയാസമാണോ അവനെ വേദനപ്പെടുത്തുന്നത് അത് അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. ആറാമത്തത് അള്ളാഹുവിന്റെ സലാമത്ത് അവന് കിട്ടും, കാവല് പ്രത്യേകം അവനുണ്ടാവും. അവൻ അള്ളാഹു ആപത്ത് അപകടങ്ങൾ കൊടുക്കൂല, പ്രതിസന്ധികൾ കൊടുക്കൂല, ബുദ്ധിമുട്ടുകൾ കൊടുക്കൂല, എല്ലാം അള്ളാഹു കാവല് കൊടുത്ത് രക്ഷപ്പെടുത്തുമെന്നാണ്. ഏഴാമത്തത് 100 തവണ ഇത് പതിവാക്കിയാൽ, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എപ്പോഴേക്കട്ടെ ഒരു ദിവസത്തിൽ 100 തവണ ഇത് പതിവാക്കുന്നവർക്ക്, നിത്യമായി ചൊല്ലുന്നവർക്ക് മുത്തുനബിതങ്ങളെ ഉറക്കത്തിലും സ്വപ്നം കാണാം, ഉണർവിലും സ്വപ്നം കാണാം. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഉറക്കത്തിൽ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവരാ, പക്ഷെ ഉണർന്നിരിക്കുമ്പോ എത്രയോ മഹാരഥന്മാർ മുത്തുനബിതങ്ങളെ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്കും പങ്ക് ലഭിക്കുന്ന അത്ഭുതകരമായ സ്വലാത്ത്. അതുപോലെ 8ാമത്തെ പ്രതിഫലം, നമ്മൾ ഇത് സ്വലാത്ത് പതിവാക്കാണ്. ഉമ്മമാരെ, ഇന്ന് ഉസ്താദെ ഞാനിത് പതിവാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രി എന്ന ചാനലിലെ എന്റെ ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര് ഇന്ന് മുതൽ ഇത് പതിവാക്കുന്നു വിചാരിച്ചോ. പതിവാക്കിയപ്പോ അള്ളാന്റെ ഖദർ കൊണ്ട് നമ്മൾ വഫാത്തായി, നമ്മൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. മരണപ്പെട്ടാൽ നമ്മുടെ സഹവാസം മുത്തുനബിതങ്ങളോടൊപ്പമായിരിക്കുമെന്ന് മഹാരഥന്മാർ. നമ്മൾ മരണപ്പെട്ടാൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർ നാളെ അള്ളാന്റെ കോടതിയിൽ കടമ ചെല്ലുമ്പോൾ നിബിതങ്ങളുടെ കൂടെയാണ് താമസിക്കാൻ സൗകര്യപ്പെടുക, നിബിതങ്ങളോടൊപ്പമാണ് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക, നിബിതങ്ങളുടെ സഹവാസം കിട്ടുമെന്ന് സ്വഹാബത്ത് എപ്പോഴും നിബിതങ്ങളോടൊപ്പം സഹവസിച്ചവരാണ്. ആ ഭാഗ്യം അള്ളാഹു നമുക്ക് തരുമെന്ന് മഹാരഥന്മാർ. അതുപോലെ 9ാമത്തെ പ്രതിഫലം മഹാരഥന്മാർ പറയുന്നു, മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതാപത്തിന്റെ വസ്ത്രം അള്ളാഹു ദുനിയാവിലും അണിയിക്കും, ആഖിറത്തിലും അണിയിക്കും. അപ്പൊ നമുക്കറിയാം, മഹാരഥനാകുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, വല്ലാത്ത നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാത്തൊരു ഈമാനികമായ ചൈതന്യം. അഹ്മദ് കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അങ്ങനെ തുടങ്ങിയുള്ള ജീവിതത്തിൽ ഒരു കറാഹത്തിന് പോലും ഇടം നൽകാത്ത, നടന്നുപോയ കനൽപദങ്ങളിൽ കനകശോഭ തീർത്ത മഹാരഥന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രൗഢിയുടെ പ്രതാപത്തിന്റെ വസ്ത്രം അല്ലാഹു നമുക്ക് തരുമെന്നാണ്. അതുപോലെ 10ാമത് മഹാരഥന്മാർ പറയുന്നു, പഠിക്കുന്ന മക്കൾ ഇത് പതിവാക്കിയാൽ അവർക്ക് ഓർമ്മശക്തി ഉണ്ടാകും, പഠന നിലവാരം ഉണ്ടാകും, അവർക്ക് ഉയർച്ച ഉണ്ടാകും, നല്ല ഓർമ്മശക്തിയും ബുദ്ധി കൂർമ്മതയും, നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ ഈ സ്വലാത്ത് കഴിയുമെന്നാണ്. അതുപോലെ 11ാമത് പറയുന്നു, അലസത, മടി, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഇത് മാറുമെന്നാണ്. ഈ 11ഓളം പ്രതിഫലങ്ങൾ, ഇത്രയൊന്നുമല്ല, പ്രധാനപ്പെട്ട 11 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്നാണ്. ഇൻഷാ അല്ലാഹ് ഈ 11 നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന അത്ഭുതകരമായ സ്വലാത്താണ് ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ ഈ പകൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഏതാണ് സ്വലാത്ത് ഉസ്താദെ പറയും? നമ്മൾ പലരും ചൊല്ലുന്നവരായിരിക്കാം, നമ്മിൽ പലരും കാണാതെ അറിയുന്നവരായിരിക്കാം, നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത സ്വലാത്തായിരിക്കാം. ഏത് തന്നെയായാലും ഇൻഷാ അല്ലാഹ് വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രി എന്ന ഈ ചാനലിന്റെ ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ പകലിൽ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. ഏതാണ് സ്വലാത്ത്? സ്വലാത്തു റഹ്മത്ത് എന്നും സ്വലാത്തുൽ നൂറുൽ അൻവാർ എന്നൊക്കെ പേരുകളുള്ള സ്വലാത്ത്. ഏതാണ് സ്വലാത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാരി വസിറിൽ അസ്റാരി വതിറിയാഖിൽ അഗ്യാരി വമിഫ്താഹി ബാബിൽ ലസാരി സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താരി വആലിഹിൽ അത്ഹാരി വസുഹാബിൽ അഖ്യാരി അദദ നിഅമില്ലാഹി വഇഫ്ളാലി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാരി വസിറിൽ അസ്റാരി വതിറിയാഖിൽ അഗ്യാരി വമിഫ്താഹി ബാബിൽ ലസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താരി വാലിഹിൽ അത്ഹാർ വഅസ്ഹാബിൽ അഖ്യാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലി. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാരി വസിറിൽ അസ്റാരി വതിറിയാഖിൽ അഗ്യാരി വമിഫ്താഹി ബാബിൽ ലസാരി സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താരി വആലിഹിൽ അത്ഹാർ വസുഹാബിൽ അഖ്യാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലി.
മഹത്തരമായ സ്വലാത്ത് ഇന്ന് മുതൽ പതിവാക്കുക. അതോടൊപ്പം ഇത് പതിവാക്കുന്നതിനോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യുക. ഉപ്പമാരെ സഹോദരങ്ങളെ നേരത്തെ പള്ളിയിൽ പോവുക. ഉമ്മമാരെ ജുമാഅയുടെ സമയം വെറുതെ അടുക്കളയിൽ പാഴാക്കാൻ എല്ലാ ആഴ്ചയും പറയുന്നത് കൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക. നേരത്തെ ജുമാ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വേഗം ഉളുവെടുത്ത് ഭാഗ്യനെ പ്രതീക്ഷിച്ച് പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഖുതുബ കേട്ട് നിസ്കാരം വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വെറുതെ അടുക്കളയിൽ സമയം ചെലവാക്കരുത്. നഖമുറിക്കുക, അതുപോലെ ജുമയുടെ സുന്നത്തായ കുളിക്കുന്നു എന്ന നിയത്ത് വെച്ച് കുളിക്കുക, സുഗന്ധം പൂശുക, ഖബർ സിയാറത്ത് ചെയ്യുക, സ്വതക്ക അധികരിപ്പിക്കുക, പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിക്കുക, പ്രാർത്ഥന അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലും ദുആക്ക് ഇജാബത്തുള്ള 11 സമയമുണ്ടെന്നാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്കത് പഠിക്കാനുണ്ട്. 11 സമയം നിങ്ങൾ ദുആ ചെയ്താൽ വെള്ളിയാഴ്ച രാവിലും പകലും അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വെള്ളിയാഴ്ചയുടെ ഈ പകലിനെ ആദരിക്കാൻ, വെള്ളിയാഴ്ച രാവിലെ പരിഗണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കുടുംബബന്ധം ചേർക്കുക, പിണക്കങ്ങളൊക്കെ മാറ്റുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ഈ ചാനൽ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇനി നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ചാനൽ, അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ മഹാന്മാരുടെ ചരിത്രം കേൾക്കാൻ അതൊരു അവസരമാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളും ദുആരക്കിൻ അള്ളാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.